അങ്ങനെ പിന്നീട് സയ കണ്ണു തുറക്കുന്ന ടൈമിൽ ഇവള് ബെഡിൽ കിടക്കുകയായിരിക്കും. ലീഗുനാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, ഞാനല്ലേ അവിടെ ഇരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്, എന്താ പറ്റിയെന്ന് ലീഗുൻ അവിടെ ചോദിക്കുന്നതും അല്ല പനിയൊക്കെ മാറിയെന്ന് ചോദിക്കുന്ന സയയോട് എല്ലാം മാറിയെന്ന് ഇവൻ പറയുന്നതും അപ്പം എൻ്റെ റെമഡി ഗ്രാപ്പ അതതിൻ്റെ പേര്, അത് വർക്കായല്ലേ എന്ന് ഇവൾ പറയുന്നതും ഇവന് ചിരിയാണ് കേട്ടോ വരുന്നത്. ഇവളാണെങ്കിലും ചേട്ടൻ ഈ അസുഖം വന്ന സമയത്തെ ആരെങ്കിലും കാണണമെന്ന് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്ന് സൈലന്റ് ആകുന്നുണ്ട്. അപ്പം സയ്യാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അതെൻ്റെ ശരിക്കുള്ള അച്ഛനെയാണ്, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് സയ്യ പറയുന്നതും അതിന് നമുക്ക് ആളെ കണ്ടുപിടിക്കാന്ന് ഞാൻ ഓൾറെഡി വാക്ക് തന്നിട്ടുള്ളതല്ലേ എന്ന് ഇവൻ പറയുന്നതും ഇവളാണെങ്കിൽ പ്രോമിസ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പ്രോമിസ് എന്നൊക്കെ പറയുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. പെട്ടെന്നാണ് അയ്യോ ലേറ്റ് ആയല്ലോ, എനിക്ക് ഹ്യൂനിൻ്റെ അടുത്തേക്ക് എത്തേണ്ടതെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ഇവളുടെ പോക്ക് തന്നെ പന്തികേടായിരിക്കും, അവിടെ ഇവിടെയൊക്കെ മുട്ടിയിട്ടാണ് പോകുന്നത്. ഇതേ ടൈമിൽ ലീഷനാണെങ്കിലോ ഹ്യൂനിൻ്റെ അടുത്തുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ നിനക്ക് ഈ പട്ടിക്കുട്ടികൾ ഇഷ്ടമാണ്, ഇതെൻ്റെ പ്രിറ്റി ആയിട്ടുള്ള കോള എന്ന് പറയുന്നൊരു പട്ടിയാണ്, നമുക്ക് നിൻ്റെ ആൻറ്റി തിരിച്ചു വന്നിട്ട് നിൻ്റെ പ്രിറ്റി ആൻറ്റിയുടെ കൂടിയും പ്രിറ്റി കോളയുടെ കൂടിയും നമുക്ക് രണ്ടുപേർക്കും കളിക്കാന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഉദ്ദേശിക്കുന്നത് ക്യുജോങ്ങിനെയാണെങ്കിൽ ഈ ഹ്യൂൻ പ്രിറ്റി ആൻറ്റി എന്ന് പറയുന്നത് സേ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട് പ്രിറ്റി ആൻറ്റി അല്ലേ, പ്രിറ്റി ആൻറ്റി ഒരു പ്രാവശ്യം ചേട്ടനെ പറ്റി സംസാരിച്ചിരുന്നു എന്ന് പറയുന്ന ഹ്യൂനിനോട് എൻ്റെ ആൻറ്റി സംസാരിച്ചെന്ന് ഇവൻ ചോദിക്കുന്നതും അത് പിന്നെ ചേട്ടൻ്റെ ചിത്രമുള്ള ഒരു ക്യാൻ ഉണ്ടല്ലോ അതിങ്ങ് ഞെളുക്കി പിടിച്ചു എന്നിട്ട് വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവന് മനസ്സിലാകുന്നുണ്ട് സേയെ പറ്റിയിട്ടാണ് ഹ്യൂൻ സംസാരിക്കുന്നതെന്ന്. നീ സേയെ പറ്റിയിട്ടാണോ പ്രിറ്റി ആൻറ്റി എന്ന് പറഞ്ഞത്, എന്നാലും നിനക്ക് എന്ത് കണ്ടിട്ടാണ് അങ്ങനെ വിളിക്കാൻ തോന്നിയത്, ഒന്നില്ലെങ്കിൽ നിൻ്റെ ആൻറ്റിയെ കാണാനല്ലേ സുന്ദരി, നിനക്ക് പെൺകുട്ടികളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഇവൻ പറയുന്ന ടൈമിൽ ഹ്യൂനിന് അതൊന്നും ഇഷ്ടമാകുന്നില്ല കേട്ടോ. ഇങ്ങനെയാണോ കുട്ടികളോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകാൻ നോക്കുന്ന ടൈമിൽ ലീഷനാണെങ്കിലും എങ്ങനെയൊക്കെ ഹ്യൂനിനെ അവിടെ പിടിച്ചിരുത്താൻ നോക്കുന്നതും ആ ടൈമിലാണ് ലീഗുന്റെ ഡയറി ഇവൻ കാണുന്നത്, ഇതെന്റെ ചേട്ടന്റെ ഡയറി അല്ലേ എന്ന് പറഞ്ഞ് ഇവൻ ഷോക്ക് ആകുന്നതും. പിന്നീട് ക്യുജോങ് വീട്ടിലെത്തുന്ന ടൈമിൽ നല്ല ബഹളാണ് കേട്ടോ കേൾക്കുന്നത്. ഇവള് നോക്കുന്ന ടൈമിൽ എന്താ ലീഷനും അമ്മയൊക്കെ കൂടിയിട്ട് ചീട്ട് കളിക്കുന്നതും അതിന്റെ ഒരു ബഹളായിരിക്കും. അപ്പൊ ഇവളെ കാണുന്ന ടൈമിൽ ലീഷനാണെങ്കിൽ തന്റെ അമ്മ വിചാരിക്കുന്നത് പോലെയല്ല കേട്ടോ, നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഇവളുടെ മൈൻഡ് അത്ര ശരിയായിരിക്കില്ല. അമ്മയാണെങ്കിൽ ക്യുജോങ്ങിനോട് എത്ര നേരമായി ലീഷൻ വെയിറ്റ് ചെയ്യുന്നു, നിനക്ക് കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ, എന്തായാലും അകത്തേക്ക് വായോ എന്നൊക്കെ പറയുന്ന ടൈമിൽ ക്യുജോങ് ആണെങ്കിലും ലീഷനോട് നമുക്ക് പുറത്തു പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ സേയാണെങ്കിലോ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ നന്നായിട്ട് വൊമിറ്റ് ചെയ്യുന്നതും ഇവളുടെ പോക്ക് അത്ര ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ലീഗുനും ഇവളുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സേയോട് ഇതിപ്പോൾ 4ാമത്തെ ടാക്സിയാ പറഞ്ഞയക്കുന്നത്, ഇനി നമുക്ക് നടന്നിട്ട് പോകാം, ഒരു കാര്യം ചെയ്യും, നിനക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ പുറത്ത് കയറിയേക്ക് ഞാൻ അങ്ങ് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഇവള് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് പുറത്തൊക്കെ കയറുന്നുണ്ട്. ഇവളാണെങ്കിലും ലീഗൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നത് കാണുമ്പോൾ ഇയാൾ എന്താ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നതെന്ന് ചോദിക്കുന്ന ലീഗുനോട് ഞാനിത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാണ്, നേരത്തെ ഉറങ്ങുന്ന ടൈമിൽ ചേട്ടൻ്റെ മൂക്കും കണ്ണും പിരികൊക്കെ കാണാൻ നല്ല രസമുണ്ട്, ചേട്ടൻ നല്ല ഹാൻസം ആണെന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ലീഗുന് അതങ്ങ് ഇഷ്ടമാകുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഷനാണെങ്കിലും ക്യുജോങ്ങിനോട് ഈ കളിയെ പറ്റിയും അമ്മയെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ക്യുജോങ് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്ന ടൈമിൽ ലീഷൻ പറയുന്നുണ്ട് ഞാൻ എത്ര പ്രാവശ്യം തന്നെ വിളിച്ചു, ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, പക്ഷേ താൻ ഒരു റിപ്ലൈ പോലും തന്നില്ല, അതുകൊണ്ടാണ് അവസാനം ഇങ്ങോട്ട് വരേണ്ടി വന്നേന്നൊക്കെ പറയുന്നതും ഞാൻ എന്തുകൊണ്ടാണ് മെസ്സേജസും മറ്റും അവോയ്ഡ് ചെയ്തതെന്ന് തനിക്കറിയാലോ, അത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന ക്യുജോങ്ങിനോട് ആ കിസ് കാരണമല്ലേ എന്ന് ഇവൻ ചോദിക്കുന്നതും അതിനെപ്പറ്റി ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് ഇവളവിടെ പറയുന്നുണ്ട്. അതുപോലെ താൻ എന്നെ കിസ് ചെയ്തത് തൻ്റെ ചേട്ടന് എന്നോടൊരു താല്പര്യം ഉണ്ടെന്ന് അറിയാം, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടല്ലേ, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ടൈമിൽ അങ്ങനെയാണോ താൻ മനസ്സിലാക്കിയത് എന്ന് അതിനു വേണ്ടിയിട്ട് മാത്രമല്ല എനിക്ക് തന്നെ ശരിക്കും ഇഷ്ടമാണ്, തനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നതല്ലേ, എന്നിട്ടും എൻ്റെ മനസ്സ് ഇതുവരെ വായിക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുന്ന ലീഷിനോട് നോക്ക് ഇതുപോലത്തെ സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ വരുന്നത്, അതുകൊണ്ട് എന്താ പറയേണ്ടത് എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ ഒരു കാര്യം പറയാം, എനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടാവാൻ പോകുന്നില്ല, അതുകൊണ്ട് തനിക്കും അത് വേണ്ട എന്ന് ഇവൾ അവിടെ തീർത്തു പറയുന്നതും അല്ല താൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താ, സേയാണ് ഫസ്റ്റ് ലവ് എന്ന് തനിക്ക് അറിയാലോ, അപ്പോൾ സേ തന്നെയാണ് ലീഗിനായിട്ട് ചേരുക, അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്നും പോകുന്നു വ്യക്തമായിട്ട് അറിയാലോ, പിന്നെ എന്തിനെങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്ന ക്യുജോങ്ങിനോട് ഇവൻ പറയുന്നുണ്ട് സേയാണ് ചേട്ടൻ്റെ ഫസ്റ്റ് ലവ് എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകൂ, ഒരിക്കലും ഇല്ല, സേയാണ് ഫസ്റ്റ് ലവ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സേയുടെ മുന്നിൽ പിന്നെ എനിക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ഇനി ചേട്ടൻ അതിനെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിലോ പിന്നെ ചേട്ടൻ്റെ ഓർമ്മകൾക്ക് എന്ത് പറ്റുന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരും, അങ്ങനെയാണെങ്കിൽ നമ്മൾ നടത്തിയ ക്ലിനിക്കൽ ടെസ്റ്റുകളുടെ കാര്യമൊക്കെ ചേട്ടനോട് പറയേണ്ടി വരും, അപ്പോൾ പിന്നെ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് ചോദിക്കുന്ന ലീഷിനോട് ശരി ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആകെ മാറിയില്ലേ എന്ന് ക്യുജോങ് പറയുന്നതും ഒന്നും മാറിയിട്ടില്ല, താൻ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിൽ പെരുമാറുന്നതിൻ്റെ അർത്ഥം തനിക്ക് എൻ്റെ ചേട്ടനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് അല്ലേ, അങ്ങനെ തന്നെയില്ലെന്ന് ചോദിക്കുമ്പോൾ ക്യുജോങ് ഒന്നും തിരിച്ചു പറയുന്നില്ല കേട്ടോ. ലീഷനാണെങ്കിൽ പക്ഷേ തനിക്ക് എൻ്റെ ചേട്ടൻ ഇഷ്ടപ്പെടാൻ കഴിയില്ല, കാരണം എൻ്റെ ചേട്ടന് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേട്ടൻ്റെ ഫസ്റ്റ് ലവ് ആയിട്ടുള്ള സേയോടാണ്, അപ്പോൾ അത് അങ്ങനെ നടക്കത്തുള്ളൂ, താൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിലും എനിക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്, എനിക്കാണെങ്കിൽ തന്നെ ശരിക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ വിട്ടുകളയാൻ എനിക്ക് കഴിയത്തില്ല, എൻ്റെ മൈൻഡ് പറയുന്നത്
പോലെയല്ല എൻ്റെ ഫീലിങ്സ് ഫോളോ ചെയ്യുന്നത്, താനത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ലീഷൻ സംസാരിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിലും പക്ഷേ മൈൻഡ് കൺട്രോൾ ചെയ്യണം, എനിക്ക് അതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഇവനോട് അവിടെ നിന്നും പോകാൻ പറയുന്നുണ്ട്. എന്നാൽ തിരിച്ചു പോകുന്ന ക്യുജോങ്ങിന്റെ കയ്യിൽ പിടിക്കുന്ന ഇവനാണെങ്കിൽ എനിക്ക് അങ്ങനെ പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ടൈമിലാണ് കറക്റ്റ് ലീഗുനും സെയും കൂടി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇത് കാണുന്ന ലീഗുനാണെങ്കിൽ ഓഹോ തിരക്കാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതും അപ്പോൾ ലീഷനാണെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് ക്യുജോങ്ങിനെ കാണാൻ വരാൻ പറ്റൂ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതേ ടൈമിൽ ഇവളാണെങ്കിലും ലീഷിന്റെ കൈ തട്ടി മാറ്റി സെയ്ക്ക് എന്താ പറ്റി, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നതും അപ്പോൾ ലീഗുനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. താൻ ഇപ്പോഴും സെയെ പറ്റിയാണ് സംസാരിച്ചത്, ഇന്ന് മൊത്തം എനിക്ക് വയ്യാതിരിക്കുകയായിരുന്നു, എന്നിട്ട് എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും താൻ ചോദിച്ചോ എന്ന് പറയുമ്പോൾ തന്നെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ചോദിക്കാൻ എന്ന് ക്യുജോങ് പറയുന്നതും ലീഷനാണെങ്കിൽ ക്യുജോങ് അതിന് ചേട്ടനെ പറ്റി ചോദിക്കേണ്ട ആവശ്യം എന്താ എന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസം നന്നായിരുന്നു, തൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ ലീഷൻ പറയുന്നതും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലീഗും തെറ്റിദ്ധരിക്കുമല്ലോ, അതായത് ലീഷനും ക്യുജോങ്ങും ഇന്ന് ഫുൾ ഡേ ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെയാണ് കേട്ടോ ഇവൻ ഇവിടെ പറയുന്നത്. അതിനുശേഷം തൻ്റെ അച്ഛൻ്റെ ഡ്രസ്സ് നാളെ ഞാൻ കൊണ്ടുവരാമെന്ന് പറയുന്ന ടൈമിൽ ക്യുജോങ്ങിനാണെങ്കിൽ ഇവൻ പറയുന്നത് ഒന്നും തന്നെ ഇഷ്ടമാകുന്നില്ല. ഇവളാണെങ്കിലും സെയ്യോട് അകത്തേക്ക് വരാൻ പറയുന്നതും ബോധം വരുന്ന സെയ് ആണെങ്കിൽ ഇവൻ എന്താ ഇവിടെ നിന്ന് ചോദിച്ച് ലീഷിനെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകാൻ പറയുന്നുണ്ട്. ഇവരങ്ങനെ അകത്തേക്ക് പോകുന്ന ടൈമിൽ ലീഗുനോട് ലീഷൻ പറയുന്നുണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈമായി, ഞാൻ പോവുകയാണെന്ന്. അപ്പോൾ ലീഗുനാണെങ്കിൽ നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് അവിടെ ലീഷിനോട് ചോദിക്കുന്നതും ഇതേ ടൈമിൽ സെയ്ക്ക് വേണ്ടിയിട്ട് ക്യുജോങ് നൂഡിൽസ് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇവളവിടെ പറയുന്നുണ്ട്, അതായത് ഡ്രിങ്ക്സ് അടിച്ചതൊന്നും അല്ല ചേച്ചി, ഇറ്റാലിയൻ ഒരു റെമഡി ഉണ്ട് ഗ്രാപ്പ എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കാൻ നോക്കിയതാ, ടേസ്റ്റ് ചെയ്ത് ഞാനത് കുടിച്ച് അങ്ങ് ഫിറ്റായി പോയി, എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നതും ഇന്ന് നന്നായിട്ട് തന്നെ നീ ആളെ കെയർ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന ക്യുജോങ്ങിനോട് അത് പിന്നെ പറയാനുണ്ടോ, ചേച്ചി പറഞ്ഞതിനേക്കാൾ നന്നായി തന്നെ ഞാൻ ചെയ്തു, ആളുടെ വേർപ്പൊക്കെ തുടച്ചു കൊടുത്തു, ആൾക്ക് പാച്ചസ് ഒക്കെ വെച്ച് കൊടുത്തു, ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. ആദ്യം ഞാൻ വിചാരിച്ചത് ആൾ എന്നെയായിട്ട് അങ്ങ് സിങ്ക് ആവത്തില്ല, എന്നെ പിടിച്ച് പുറത്താക്കുന്ന, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി, ഞങ്ങളിപ്പം നല്ല തിക്ക് ഫ്രണ്ട്സായെന്ന് പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ക്യുജോങ്ങിന് ഒരു ചെറിയ വിഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇവളുടെ ശ്രദ്ധ തെറ്റിയിട്ട് കൈ പൊള്ളുന്ന ടൈമിൽ അങ്ങോട്ട് സെയ വരുന്നതും അയ്യോ എന്താ പറ്റിയ, ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ പറഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ പൊള്ളിയെന്നൊക്കെ പറയുന്നതും സെയുടെ ഇങ്ങനത്തെ ഒരു കെയറിംഗ് ഒക്കെ കണ്ടിട്ട് ക്യുജോങ്ങിന് ശരിക്കും വിഷമം വരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ സോറി പറയുന്ന ടൈമിൽ കൈ പൊള്ളിയതിന് ചേച്ചി എന്തിനാ എന്നോട് സോറി പറയുന്നതെന്ന് സെയ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തോ ഇവൾക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത്. പിന്നീട് ലീഷനും ലീഗുനും കളിക്കുന്നതും ലീഗുൻ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് കേട്ടോ. ലീഷിന് ഒരു ബോൾ മിസ്സാവുന്ന ടൈമിൽ കളിയാക്കുന്ന ലീഗുനാണെങ്കിൽ എന്തായാലും നീ അങ്ങനെ നിർത്താൻ പോവില്ലെന്ന് എനിക്കറിയാം, കാരണം ഒരു കാര്യം നീ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വരെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ എന്ന് പറയുന്ന ലീഗുൻ പിന്നീട് ഇവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ കയ്യിലൊരു ബാൻഡ് ഉണ്ടായിരുന്നില്ലേ, നിന്റെ പേര് എഴുതിയിട്ട് ഒരു ഗ്രീൻ ബാൻഡ്, അതിപ്പോൾ കാണാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്നൊന്ന് സ്റ്റക്ക് ആകുന്നുണ്ട്. അതായത് ലീഗിനിപ്പോൾ ചോദിക്കുന്നത് മുന്നത്തെ ഒരു സീനിൽ ഇവൻ ഓട്ടോഗ്രാഫ് കൊടുക്കുന്ന ടൈമിൽ ആ ഒരു ബാൻഡ് കാണിച്ചിരുന്നെന്ന് മാത്രമല്ല ഇവൻ്റെ ഇടയ്ക്കിടയ്ക്ക് മെമ്മറിയിൽ വരുന്നുണ്ട് ഹാൻഡ് റിവറിൽ വീണ ടൈമിൽ ഈ ബാൻഡ് ഇങ്ങനെ പോകുന്നത്, അതാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ലീഷനാണെങ്കിൽ ആകെ സ്റ്റക്ക് ആകുന്നതും ആ ബാൻഡ് അല്ലേ, അത് വീട്ടിലുണ്ട്, എൻ്റെ ഫാൻസ് ഒക്കെ ഇടുന്ന ബാൻഡ് അല്ലേ എന്ന് ഇവൻ ചോദിക്കുന്നതും അപ്പോൾ കളി തുടരുന്ന ടൈമിൽ ലീഗുനാണെങ്കിൽ അത് വീട്ടിലുണ്ടെന്ന് നിനക്ക് ഉറപ്പാണോ, അതോ ഹാൻഡ് റിവറിൽ വെച്ചിട്ട് എങ്ങാനും നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ലീഷൻ ശരിക്കും ഷോക്കാകുന്നുണ്ട്. ഇവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഇത് കാണുന്ന ലീഗുനാണെങ്കിൽ നീ എന്താ കുട്ടികളെ പോലെ ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ ജസ്റ്റ് ചോദിച്ചതാ, എനിക്ക് അതുപോലത്തെ ഒരെണ്ണം വാങ്ങാനാടാ എന്നിവൻ പറയുന്നതും ഇവനാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ആരോ ഒരാൾ ഇതൊക്കെ കാണുന്നതും അവിടെ കാണിക്കുന്നുണ്ട്. പിന്നീട് ലീഷൻ നൈറ്റിൽ തന്നെ ലീഗുന്റെ ഡയറി കത്തിക്കുന്നതും ഇവനെ ഫോളോ ചെയ്ത് വരുന്ന ഒരാളുണ്ടല്ലോ അയാളാണെങ്കിൽ ആ ഡയറി അവിടെ നിന്ന് എടുക്കുന്നുണ്ട്, അത് മൊത്തം കത്തി തീർന്നിട്ടുണ്ടായിരിക്കില്ല, ആ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ അത്ലറ്റിക് വില്ലേജിൽ ഇവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതും ഒരു 30 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുന്ന ടൈമിൽ സെയ് ആണെങ്കിൽ ലീഷിന്റെ അടുത്ത് വന്നിട്ട് അല്ല ഇത് ഞാൻ ക്യുജോങ് ചേച്ചിക്ക് കൊടുത്ത ഷർട്ട് അല്ലേ, ഇതെങ്ങനെ നിന്റെ കയ്യിൽ കിട്ടി, ക്യുജോങ് ചേച്ചി എങ്ങാനും ഡേറ്റ് ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല, എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് അതൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അല്ല നീ ആരാ, അവളുടെ അമ്മയാണോ, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ലീഷൻ പറയുന്നതും അതേ ചേച്ചിക്ക് പറ്റിയ ടൈപ്പേ അല്ല നീ എന്ന് ഇവൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വരുന്ന ബാദുക്കാണെങ്കിലും എന്താ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്ന ടൈമിൽ സെയ് ആണെങ്കിൽ ബി കെയർഫുൾ എന്ന് ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നതും അവിടെ നിന്നും പോകുന്ന ടൈമിൽ ലീഷൻ ആണെങ്കിൽ എടാ അവൾ എന്നെ ഇപ്പോൾ ചീത്തയല്ലേ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതറിയത്തില്ല, പക്ഷെ അവളുടെ ഇറ്റാലിയൻ പ്രൊനൗൺസിയേഷൻ അത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നതും തേങ്ങയാണ്, ഇതിനെയൊക്കെ നന്നായി കോച്ച് സംസാരിക്കുമെന്ന് ലീഷൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ബാദുക്കാണെങ്കിൽ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ താൻ പറഞ്ഞിട്ട് എനിക്ക് അവളെ ഒന്ന് സെറ്റാക്കി തരുമെന്ന് ബാദുക്ക് ചോദിക്കുന്ന ടൈമിൽ പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് ലീഷൻ അവിടെ പറയുന്ന ടൈമിലാണ് ഇവനൊരു മെസ്സേജ് വരുന്നതും ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇവനും ലീഗിനും കൂടിയിട്ട് ആ ഫൈറ്റ് ചെയ്യുന്ന ഒരു പിക്കും അതിൻ്റെ കൂടെ സത്യങ്ങൾ പുറത്ത് വരേണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന കഫേയിൽ 4 മണിക്ക് വരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ്. ഇത് കാണുന്ന ലീഷനാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ നിന്നും ഓടുന്നതും ലീഗുനാണെങ്കിലോ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഇവൻ്റെ ആക്സിഡന്റിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഓഫീസർ ആണെങ്കിൽ കുറേ ഫയൽ നിങ്ങളുടെ അനിയൻ വന്ന് കൊണ്ടുപോയി
കൊണ്ടുപോയി. ആള് പറഞ്ഞത് നിങ്ങൾ ഈ കാര്യം ഓർക്കേണ്ട എന്നാ. എന്തായാലും നിങ്ങളുടെ അനിയന് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ വീണ സമയത്ത് തന്നെ പിന്നാലെ ആൾ ആ നദിയിലേക്ക് ചാടിയത് കൊണ്ടാണ് നിങ്ങളെ ഇത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത്. അവിടെ അറിയാലോ ഒരുപാട് ചളിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫയർഫോഴ്സുകാർ അവിടെ എത്തുന്ന ടൈമിൽ പറഞ്ഞത് നിങ്ങളുടെ അനിയൻ ചാടുന്ന ടൈമിൽ ഷൂസ് പോലും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. നിങ്ങൾ എന്തായാലും അനിയൻ കാരണം രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ആകെ ഷോക്കാകുന്നുണ്ട്. കാരണം ലീഷൻ ഇവന്റെ കഴുത്തിന് പിടിച്ചതും ഇവൻ നദിയിലേക്ക് വീണതൊക്കെ ഓർമ്മയുണ്ട്. എന്നാൽ ലീഷൻ രക്ഷപ്പെടുത്തിയതോ വലിച്ചു കയറ്റിയതോ ഒന്നും ഇവൻ ഓർമ്മയുണ്ടായിരിക്കില്ല. ഇതേ സമയം ഫാസ്റ്റ് ആയിട്ട് കാർ ഓടിക്കുന്ന ലീഷനെ കാണിക്കുന്നുണ്ട്. ക്യൂച്ചോങ് ആണെങ്കിലോ ആ ഇമോഷണൽ ഡയറി തപ്പുന്ന ടൈമിൽ ഹ്യൂൻ അവിടെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലീഷൻ ചേട്ടൻ വന്നപ്പോൾ അത് നോക്കിയിരുന്നു എന്ന്. അപ്പൊ ഇവളാണെങ്കിൽ ആകെ ഷോക്ക് ആകുന്നുണ്ട്. ഹാൻഡ് റിവറിന്റെ അടുത്തെത്തുന്ന ലീഗുനാണെങ്കിൽ എന്തായാലും ഗവൺമെന്റിന്റെ CCTV ഫുട്ടേജിൽ നിന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അവിടെ അടുത്തായിട്ടൊരു ബിൽഡിംഗ് പണിയുന്നുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ CCTV ഫുട്ടേജ് കിട്ടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരാണെങ്കിൽ ബിൽഡിംഗ് പണിയുന്നത് കൊണ്ട് തന്നെ CCTV വെച്ചിട്ടില്ല എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. ലീഷനാണെങ്കിലോ കഫേയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതും മാനേജർ ഹോങ് ആണെങ്കിൽ കുറച്ച് ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട്. അതായത് ലീഷിന്റെ അടുത്തേക്ക് ഒരാൾ വരും, അയാളെ കണ്ട അപ്പൊ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇതേ ടൈമിൽ ബാദുക്ക് വിളിക്കുന്നതും ലീഷനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ലീഗുനാണെങ്കിലോ ആ ബിൽഡിങ്ങിന്റെ ആൾക്കാരുടെ ഒരു വാഹനം അന്നേ ദിവസം ഈ ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ CCTVയിൽ നിന്ന് മെമ്മറി എടുത്തിട്ട് ഇവന്റെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ബാദുക്ക് വിളിച്ചിട്ട് എടാ നിന്റെ അനിയൻ എന്തായി ചെയ്യുന്നേ, 30 മിനിറ്റ് ബ്രേക്ക് തന്ന ടൈമിൽ ആളൊന്നും പറയാതെ ഇവിടെ നിന്ന് ഓടിപ്പോയി. ആ കോച്ച് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അയാളുടെ സ്വഭാവം. ഇവനോട് എങ്ങാനും കളിക്കേണ്ടെന്ന് പറഞ്ഞ ഡബിൾസ് ആണ് ഗെയിം, അപ്പൊ ചാസിയോനിക്കും കളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നതും ലീഗുനാണെങ്കിലോ പിന്നീട് ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വീഡിയോ എടുത്ത് നോക്കി ഷോക്ക് ആകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ കഫേയിൽ വെയിറ്റ് ചെയ്യുന്ന ലീഷിന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നതും എന്തോന്ന് എടുക്കുന്നത് കാണുമ്പോൾ ഈ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ മൊത്തം വന്ന് ഇവനെ അങ്ങ് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇയാളാണെങ്കിലും അയ്യോ ഞാൻ ലീഷൻ സാറിന്റെ ഒരു ഫാനാണ്, ജസ്റ്റ് ഓട്ടോഗ്രാഫിന് വേണ്ടി വന്നതാന്ന് പറയുമ്പോൾ ലീഷൻ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് അവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഇവൻ ഒരാളെ കാണുന്നതും ഇവൻ പെട്ടെന്ന് തന്നെ അയാളെ ഫോളോ ചെയ്ത് അവിടെ നിന്നും ഓടുന്നുണ്ട്. എന്റെ പിന്നാലെ ആരും ഇല്ല എന്നൊക്കെ ഇവൻ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഓടുന്ന സമയത്ത് ഒരു കാറ് തട്ടിയിട്ട് ഇവന്റെ മുട്ടിന് നന്നായിട്ട് പരിക്കേൽക്കുന്നുണ്ട്. ഇവനാണെങ്കിലും പിന്നീട് ഓടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നതും ഫാസ്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു വരുന്ന ലീഗുനെയും അതുപോലെ ക്യുജോങ്ങിനെയും ഒക്കെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.